ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നെന്ന പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ്. ഡോക്ടറെ 1-ാം പ്രതിയും നഴ്സിനെ 2-ാം പ്രതിയുമാക്കിയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത്. പാലയൂർ സ്വദേശി ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടത് കാലിനാണ് കുത്തിവയ്പ്പെടുത്തത് മൂലം തളർച്ച ബാധിച്ചത്. ഡിസംബർ 1-നാണ് സംഭവം. പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിലെ 2-ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് മാതാവുമൊത്ത് താലൂക്ക് ആശുപത്രിയിലെത്തിയത്. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ 2 കുത്തിവെപ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഗസാലിയുടെ ഇടതു കൈയിൽ ആദ്യം കുത്തിവെപ്പ് നൽകി. കൈയിൽ വേദന അനുഭവപ്പെടുന്നതായി കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ നഴ്സ് സിറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നു. ഉപജില്ലാ കലോത്സവത്തിനൊക്കെ ഓടിയത് ഓട്ടത്തിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണത്. ഇപ്പോൾ അവസ്ഥ കണ്ടില്ല ഞങ്ങൾ, നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണത്. ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റ് എടുത്തേ പറ്റൂ. മറ്റൊരു കുട്ടിക്ക് ഇത് വരാൻ പാടില്ല. ഒരു കുട്ടിയായാലും പേഷ്യൻ്റ് ആയാലും നമ്മളൊരു വിശ്വാസത്തിന്റെ പേരിലാണ് ഓരോ ഹോസ്പിറ്റലും ഓരോ ഡോക്ടർമാരെ നമ്മൾ പോയി കാണുന്നത്. അതിലിങ്ങനൊരു വീഴ്ച വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെന്താണ് പിന്നെ അർത്ഥമുള്ളത്? പിന്നീട് അരക്കെട്ടിൽ ഇടതുഭാഗത്തായി കുത്തിവെപ്പ് നൽകി. ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോവുകയും ഇടതുകാലിന് ബലക്കുറവ് തോന്നുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ മാതാവ് ഡോക്ടറെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു. കയ്യിൽ തടിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ഓയിൻമെന്റ് നൽകിയ ഡോക്ടർ കാലിലേത് മാറിക്കൊള്ളുമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. എന്നാൽ വീട്ടിലെത്തിയിട്ടും മാറ്റമില്ലാതായതോടെ കുട്ടിയെ കോട്ടയ്ക്കലിലെ ആശുപത്രിയിലെത്തിച്ചു. മരുന്ന് മാറിയതിനാലോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതിനാലോ ആവാം കാലിന് തളർച്ചയുണ്ടായതെന്നാണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത്. ഇതോടെ രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിന് പുറമെ ആശുപത്രി സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, MLA, ആരോഗ്യമന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ജനം, തൃശൂർ.